നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള 2 ടേം മാനദണ്ഡം ഒഴിവാക്കുമെന്ന സൂചന നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് പ്രായപരിധിയിൽ ഇളവ് നടപ്പാക്കിയതെന്നും MV ഗോവിന്ദൻ മീഡിയ വണിനോട് പറഞ്ഞു. ഇളവ് നൽകുന്ന MLA-മാരോട് മത്സരത്തിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വവും നൽകിയിട്ടുണ്ട്. തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് മൂന്നാമത് അവസരം നൽകേണ്ടെന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തീരുമാനം. ആ നിബന്ധനയിൽ തട്ടി പല പ്രമുഖരും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. എന്നാൽ 2 ടേം വ്യവസ്ഥ ഇത്തവണ കർശനമായി നടപ്പാക്കേണ്ടതില്ലെന്നാണ് പാർട്ടി തീരുമാനം. ഈ 2-ാം ടേം 3-ാം ടേം ഒന്നും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അംഗീകരിച്ച ഒരു ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയ അതേപോലെ തുടരുകയാണ് എന്നുള്ളതൊന്നും തിരിതാണ് വേണ്ട. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് എന്താവണം എന്നത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ആരംഭിച്ചിട്ടേയില്ല. CPM ആരംഭിച്ചിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആരംഭിച്ചിട്ടില്ല. മട്ടന്നൂരിലോ കണ്ണൂരിലോ മറ്റേതെങ്കിലും ഉറപ്പായ സീറ്റിൽ നിന്ന് KK ശൈലജ മത്സരിക്കും. ആറന്മുളയിൽ വീണ ജോർജ് തന്നെ സ്ഥാനാർത്ഥി. ജില്ലാ സെക്രട്ടറി ആണെങ്കിലും വർക്കലയിൽ വി ജോയിയെ തന്നെ മത്സരിപ്പിക്കാനാണ് നീക്കം. PV ശ്രീനിജനും കൊച്ചിയിൽ KJ മാക്സി മത്സരരംഗത്തേക്ക് വരും. നെയ്യാറ്റിങ്കര ആൻസലിനും പാറശാലയിൽ CK ഹരീന്ദ്രനും കാട്ടാക്കടയിൽ IB സതീശും കളത്തിലിറങ്ങും. M മുകേഷ്, MM മണി എന്നിവർ മത്സരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പ്രധാനമാണ്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന് മത്സര സാധ്യത കുറവാണ്. മീഡിയ 1 തിരുവനന്തപുരം.